Hi all, welcome to iPlus Training Solutions. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 2 സയൻസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പറയുന്നവയിൽ ഏതാണ് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ? താഴെ പറയുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം, അതായത് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിളർച്ച, ഹൈപ്പോതൈറോയിഡിസം, ക്വാഷിയോർക്കർ, റിക്കറ്റ്സ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് വരുന്നത്? ക്വാഷിയോർക്കർ ആണ് അല്ലേ? പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി മൂലം അല്ലെങ്കിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ ആണ്. വിളർച്ചയാണെങ്കിലോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം അല്ലേ? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിളർച്ച, നമ്മൾ അനീമിയ എന്നൊക്കെ പറയും അല്ലേ? ഇനി റിക്കറ്റ്സ് ആണെങ്കിലോ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്ത് തൈറോയിഡ് ഗ്രന്ഥികളുണ്ട്. ആ തൈറോയിഡിന്റെ അളവ് കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോതൈറോയിഡിസം എന്നും. ഇനി അത് കൂടുമ്പോൾ എന്ത് പറയും? തൈറോയിഡ് ഗ്ലാൻഡിന് വരുന്ന ആ വീക്കത്തിനെയൊക്കെയാണ്, അതിൽ തൈറോയിഡിന്റെ എമൗണ്ട് കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോർക്കർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത്? തെർമോമീറ്ററിൽ നമുക്കറിയാം മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ലിക്വിഡ് മെർക്കുറിയാണ്. അപ്പം മെർക്കുറിയുടെ ഏത് ഗുണം കൊണ്ടാണ്, അല്ലെ ലിക്വിഡ്സിന്റെ ഏത് ഗുണം കൊണ്ടാണ് നമ്മൾ തെർമോമീറ്ററിൽ അതിനെ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു. പ്രതല ബലം, സാന്ദ്രത, ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി. ഏതായിരിക്കും വരുന്നത്? തെർമോമീറ്ററിൽ ലിക്വിഡ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ചൂടാകുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നു. അപ്പം ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ദ്രാവകങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത് വികസിക്കുന്നു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ദ്രാവകങ്ങളെ നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ദ്രാവകങ്ങൾ ഏത് ഗുണമാണ്? അത് ചൂടാകുമ്പോൾ അത് വികസിക്കും. ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ് ദ്രാവകങ്ങളെ നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായതിനെ തിരിച്ചറിയുക. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫാന്, ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ബൾബ്. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഇലക്ട്രിക് ഫാനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇലക്ട്രിക് ഫാനിൽ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും? ഫാൻ അല്ലേ, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും അല്ലേ? ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. ഇനി ഇലക്ട്രിക് ബെല്ലിലാണെങ്കിലോ ഇലക്ട്രിക് എനർജി എന്താണ്? സൗണ്ട് എനർജി ആയിട്ട് മാറും ആണല്ലോ. അടുത്തത് ഇലക്ട്രിക് മോട്ടോർ ആണെങ്കിലോ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറും? അവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും അല്ലേ? ലാസ്റ്റ് വൺ ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ ഇലക്ട്രിക് എനർജി എന്തൊക്കെയായിട്ട് മാറും? ഹീറ്റ് എനർജി ആവും. അതേപോലെ തന്നെ എന്താണ്? ലൈറ്റ് എനർജി ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ഇവിടെ ആദ്യത്തെ 3 എണ്ണത്തിലും എനർജി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രമേ സംഭവിക്കുന്നുള്ളൂ അല്ലേ? എന്നാൽ ഇലക്ട്രിക് ബൾബ് വരുന്ന കേസിലോ ഇലക്ട്രിക് എനർജി 2 എനർജി ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അവിടെ ഹീറ്റ് എനർജിയും ലഭിക്കുന്നുണ്ട്, നമുക്ക് ലൈറ്റ് എനർജിയും ലഭിക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായതെന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? ഏതാണ് വരുന്നത്? ഇലക്ട്രിക് ബൾബാണ് വരുന്നത്. ബാക്കി എല്ലായിടും ഒരു ചേഞ്ച് മാത്രമേ, അല്ലെ ഒരു എനർജി കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എന്നാൽ ഇലക്ട്രിക് ബൾബിന്റെ കേസിൽ ഇലക്ട്രിക് എനർജി എന്തൊക്കെയായിട്ട് മാറുന്നു? ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിന് താഴെയായി വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത്? സൂര്യപ്രകാശത്തിന് താഴെയായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സസ്യങ്ങളെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡൈക്കോട്ടുകൾ, ഹീലിയോഫൈറ്റുകൾ, സാമോഫൈറ്റുകൾ, സിയോഫൈറ്റുകൾ. എന്താണ് പറയുന്നത്? ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടുന്ന പ്ലാന്റ്സ് അല്ലെ ഡയറക്റ്റ് സൺലൈറ്റിൽ വളർന്നു വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹീലിയോഫൈറ്റുകൾ. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹീലിയോഫൈറ്റുകൾ. സൂര്യന്റെ പ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന ചെടികളെ നമ്മൾ എന്ത് പേര് പറയും? ഹീലിയോഫൈറ്റുകൾ എന്ന് പറയും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ഭക്ഷ്യവസ്തുക്കൾക്ക് കൃത്രിമമായി നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ഡാഷ്.
ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്ക് നമ്മൾ കൃത്രിമമായിട്ട് നിറം നൽകും അല്ലേ, പല ഫുഡ് ഐറ്റത്തിനും അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നിറങ്ങൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ലെ ഫ്ലേവേഴ്സ് അതിന് ആഡ് ചെയ്യും. അപ്പോൾ നീല നിറം നൽകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർമോയിസിൻ, എറിത്രോസിൻ, ടാർട്രസിൻ, ഇൻഡിഗോ, കാർമൈൻ. ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ, ഇൻഡിഗോ കാർമൈൻ ആണ്. നീല നിറം നൽകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഇൻഡിഗോ കാർമൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.